നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയലാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാവയ്ക്ക 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, തേങ്ങ തിരുമിയത് 1 കപ്പ്, ചുവന്നുള്ളി അരിഞ്ഞത് 1/2 കപ്പ്, പച്ചമുളക് 2 എണ്ണം, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, വാളൻപുളി പിഴിഞ്ഞെടുത്തത് 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ പുളിക്ക് ആവശ്യത്തിന്, ശർക്കര ഒരു ചെറിയ കഷ്ണം, അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, തേങ്ങാക്കൊത്ത് 3 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില 1 തണ്ട്, വെള്ളം 1/2 കപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന്, ഉപ്പ് ടേസ്റ്റിനനുസരിച്ച്. ഇനി ഇത് താളിക്കുന്നതിനായിട്ട് ചുവന്നുള്ളി 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1 നുള്ള്, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 1 തണ്ട്, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഈ പാവയ്ക്ക തീയൽ തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ആദ്യം ഇതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അത് ഇച്ചിരി സമയമെടുത്ത് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. പെട്ടെന്ന് തീ കൂട്ടി വെച്ച് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ തീയലിന് ആ കരിഞ്ഞ ചുവ വരും. ഇനി ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. മതി. ഇത് ഇതേപോലെ നല്ല ചോക്ലേറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 3 പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടികൾക്ക് പകരം നമ്മുടെ മുഴുവനായിട്ടുള്ള മല്ലി, മുളക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള പൊടികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ, നല്ല കളർ കിട്ടുന്നിടം വരെ അരച്ചെടുക്കണം. അരച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പാവയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി പാവയ്ക്ക ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നാട്ടിൽ കിട്ടുന്നതിനെ അപേക്ഷിച്ച് നല്ല കയ്പുള്ള പാവയ്ക്കാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും ചുവന്നുള്ളി കൂടുതൽ ചേർത്തിട്ടുണ്ട്, ആ കയ്പൊന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീയലായതുകൊണ്ട് ഉള്ളി ഒരുപാട് ബ്രൗൺ ആകണ്ട. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നന്നായി തിളച്ചു. ഇനി ഇത് തുറന്ന് നോക്കാം. പാവയ്ക്കൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്കയുടെ കയ്പും മസാലയുടെ എരിവും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു വളരെ ചെറിയ കഷ്ണം ഒരു ശർക്കര ചേർത്ത് കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അത് ആ പാവയ്ക്കയുടെ കയ്പ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി കടുക് താളിക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉണക്കമുളക്, ചുവന്നുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇനി ആ തീയലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പാവയ്ക്ക തീയൽ ചോറിനോടൊപ്പം സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ദിവസം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് പാചകലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ പേജ് ലൈക്ക് ചെയ്യുക.